ഹലോ മക്കളെ, നമുക്കിന്ന് 3-ാം ക്ലാസ്സിലെ 1-ാമത്തെ യൂണിറ്റിൻ്റെ ടെൻഡർ ടച്ച് എന്നുള്ള യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. 1 മുതൽ 16 വരെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ആദ്യത്തെ ആക്ടിവിറ്റി എന്താ നോക്കി? ആക്ടിവിറ്റി 1, ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. ഓക്കെ, ആദ്യത്തെ വേർഡ് നോക്കിയാൽ ഫ്രൗൺ. ഫ്രൗൺ എന്നുള്ളതിൻ്റെ റൈമിംഗ് വേർഡ് എന്താ? റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ സൗണ്ട് ചെയ്യുന്നത്, അല്ലെ, ഒരുപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സാണ്. എൻഡ് ചെയ്യുന്നത്, അതായത് എൻഡിങ് സൗണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ നോക്കി, അവിടെ ഫ്രൗൺ എന്നുള്ളത് ഡൗൺ, കണ്ടോ? ഔൺ എന്ന് ലാസ്റ്റ് വന്നില്ലേ? ഫ്രൗൺ, ഡൗൺ. അടുത്തത് ഹോൾഡ്, അതിൻ്റെത് ഗോൾഡ്, കണ്ടോ? അതിൻ്റെ എൻഡിങ് സൗണ്ട് എല്ലാം രണ്ടും ഒന്നല്ലേ? അതാണ്, അങ്ങനെയുള്ളതാണ് റൈമിംഗ് വേർഡ്സ്. ഓക്കെ, ഹാൻഡിൻ്റെത് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ടീച്ചർ അത് സെയിം കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവിടെ റൈറ്റ് സൈഡ് എഴുതിയിട്ടുണ്ട്, നോക്കണം കേട്ടോ. അതുപോലെ താഴെ ചെയ്ത കുറച്ച് മോർ എക്സാമ്പിൾസ് തന്നിട്ടാണ്. മോർ എക്സാമ്പിൾസ് ഓഫ് റൈമിംഗ് വേർഡ്സ് നോക്ക്. ഒന്നാമത്തെ വായിച്ച് നോക്കി. ബോൾ, ടോൾ, കോൾ, മോൾ. ആസ്ക്, മാസ്ക്, ഫ്ലാസ്ക്, ടാസ്ക്. ഏജ്, കേജ്, സ്റ്റേജ്, വേജ്. ബെഡ്, റെഡ്, സെഡ്, ലെഡ്. ക്യാറ്റ്, റാറ്റ്, ബാറ്റ്, മാറ്റ്. ബെസ്റ്റ്, ടെസ്റ്റ്, നെസ്റ്റ്, റെസ്റ്റ്. ബുക്ക്, ഹുക്ക്, ടുക്ക്, ലുക്ക്. കണ്ടോ? ടീച്ചറിന് 5-6 ഇവിടെ തന്നിട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇതുപോലെ കുറേ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ച് ബുക്കിലേക്ക് എഴുതി വെക്കണം കേട്ടോ. ഈസിയാണ് പഠിക്കാൻ. എല്ലാവരും ഒരു 10 എണ്ണെങ്കിലും മിനിമം കണ്ടുപിടിക്കണം. ഈ ടീച്ചർ കണ്ടുപിടിച്ച അല്ലാണ്ട് വേറെ കേട്ടോ. ആക്ടിവിറ്റി 2 എന്താ നോക്കിയേ? കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ്. നല്ല ഈസിയാണ് കേട്ടോ അത്. മൈ ഫ്രണ്ട് എന്നുള്ളൊരു പോയമാണ്. ഓക്കെ, മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. അടുത്തത് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ്. അടുത്തതോ മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ swaying in the wind. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിങ് ഓൺ ദ റിവർ. മനസ്സിലായില്ലേ? എൻ്റെ ഫ്രണ്ട് ബട്ടർഫ്ലൈയെ പോലെയാണ്, ഗാർഡനിലൊക്കെ പറന്ന് നടക്കുന്ന ബട്ടർഫ്ലൈയെ പോലെ. പിന്നെ എൻ്റെ ഫ്രണ്ട് പീകോക്കിനെ പോലെയാണ്, കാട്ടിലൊക്കെ ഡാൻസ് ചെയ്ത് നടക്കുന്ന പീകോക്കിനെ പോലെ. മൂന്നാമത് എൻ്റെ ഫ്രണ്ട് ഒരു പൂവ് പോലെയാണ്, അല്ലേ, ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂവ് പോലെ. പിന്നെയോ ഇറ്റ്സ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ, ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രത്തെ പോലെയാണ് എൻ്റെ ഫ്രണ്ട്. പിന്നെ മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ, എൻ്റെ ഫ്രണ്ട് ട്രീ പോലെ, മരം പോലെയാണ്. എങ്ങനെ? വിൻഡിൽ കാറ്റത്ത് ഇങ്ങനെ ആടി ഒലിയുന്ന മരം പോലെയാണ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിങ് ഓൺ ദ റിവർ, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ബോട്ട് പോലെയാണ് എൻ്റെ ഫ്രണ്ട്. ഓക്കെ, ഈസി അല്ലേ? ആക്ടിവിറ്റി 3 നോക്കിയേ. ലെറ്റ്സ് ഡിസ്കസ്. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? രണ്ടാമത്തത് വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? മൂന്നാമത്തത് ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? അഥവാ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ? ഓക്കെ, അതിൻ്റെ ആൻസർ ടീച്ചർ ഇവിടെ ടീച്ചറുടെ ഐഡിയയിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടത്. ഓക്കെ, ഏതായാലും ഇത് വായിച്ച് നോക്കൂ. ഒന്ന്, മൈ മദർ മാനേജസ് ഓൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. എൻ്റെ അമ്മ വീട്ടിലെ എല്ലാ വീട്ടുജോലികളും ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. എന്തൊക്കെയാണ് ചെയ്യുക? കുക്കിംഗ്, ക്ലീനിങ്, ലോണ്ട്രി, കെയറിങ് ചിൽഡ്രൻ, അല്ലേ, അങ്ങനെ എല്ലാ പണിയും ചെയ്ക്കുന്നത് അമ്മയാണ്. ലോണ്ട്രി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അലക്കലാണ് മക്കളെ. അതൊക്കെ ചെയ്യുന്നത് അമ്മയാണ്. പിന്നെന്താ? മൈ ഫാദർ ഹെൽപ്സ് മദർ ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. എൻ്റെ അച്ഛൻ അമ്മയെ ഹെൽപ്പ് ചെയ്യും ഈ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലെന്തൊക്കെയാണ് ചെയ്യുക? കുക്കിംഗ് ചെയ്യും, കെയറിങ് ചിൽഡ്രൻ, മക്കളെ നോക്കുന്നത് ചെയ്യും, ടേക്കിംഗ് കെയർ ഓഫ് പെറ്റ്സ്, അല്ലേ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നോക്കാനൊക്കെ അച്ഛൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ എന്താ? ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? യെസ്, ഐ ഹെൽപ്പ് മൈ പാരൻസ് ഇൻ ഡൂയിങ് ഓൾ ദ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ചെയ്യുക? ഐ വിൽ വാഷ് ദ വെസൽസ്, ഐ വിൽ സ്വീപ്പ് ദ ഹൗസ്, ഐ വിൽ അറേഞ്ച് മൈ വാർഡ്രോബ്സ്. എന്തൊക്കെയാണ് ചെയ്യുക? ഞാൻ എൻ്റെ വെസൽസൊക്കെ ക്ലീൻ ചെയ്യും. പിന്നെന്താ? ഞാൻ എൻ്റെ വീട് അടിച്ചു വാരും. പിന്നെ ഞാൻ എൻ്റെ അലമാരയൊക്കെ ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കി വെക്കും. ഓക്കെ, ആക്ടിവിറ്റി 4 നോക്കിയേ. റൈറ്റ് സാഷാസ് തോട്ട്സ്. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ, ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിങ്സ്? ഓക്കെ, സാഷ ഒരു ഉണ്ണിയപ്പം എടുത്ത് നീട്ടിയപ്പോൾ ആ പെൺകുട്ടിയല്ലേ, കവിത അത് വാങ്ങാണ്ട് ഓടിപ്പോയി. അപ്പോൾ എന്തൊക്കെയായിരിക്കും സാഷ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന്? ഓക്കെ, ഒരു 2-3 സെൻറ്റൻസ് ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണേ, എന്നിട്ടേ ഇത് കോപ്പി ചെയ്യാവുള്ളൂ കേട്ടോ. സാഷ മൈറ്റ് ഹാവ് തോട്ട്, സാഷ ചിന്തിച്ചിട്ടുണ്ടാവും. എന്ത്? വൈ ഡിഡ്ന്റ് ഷീ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? അവൾ എന്താ ഉണ്ണിയപ്പം ആക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടാവുക?
മേ ബി ഷീ വോണ്ട് ലൈക്ക് ഇറ്റ്, മേ ബി അവൾക്ക് ഉണ്ണിയപ്പം ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. ഓർ ഈസ് ഇറ്റ് ദാറ്റ് ഷീ ഡസൻ ലൈക്ക് മീ, ഇനി അവൾക്ക് എന്നെ ഇഷ്ടപ്പെടായിട്ടാണോ? ഓർ ഇസ് ഷീ സ്കെയർഡ് ഓഫ് മീ, അല്ലെങ്കിൽ അവൾക്ക് എന്നെ പേടിയായിട്ടായിരിക്കുമോ? ആൻഡ് വൈ ഡിഡ് ഷീ കം ഹിയർ, അവൾ എന്തിനായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക? അങ്ങനെ കുറേ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഇത്രയും മതി. 2-3 പോയിൻറ്റ്സ് ഇപ്പോൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 5. സാഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹർ ടീച്ചർ. ഓക്കെ, ടീച്ചർ എഴുതിയത് വേഗം വായിക്കാം, ഒന്ന് കേൾക്കണം കേട്ടോ. സാഷ: ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, എ ഗേൾ, ഹൂ ഇസ് ഷീ, വേർ ഡിഡ് യു സീ ഹർ? ഒരു പെൺകുട്ടിയോ? നിങ്ങൾ എവിടെയാണ് കണ്ടത്? ആരാ അവൾ അല്ലേ? അടുത്തത് സാഷ: അറ്റ് ഫസ്റ്റ് ഐ സോ ഹർ ഇൻ ഫ്രണ്ട് ഓഫ് അവർ സ്കൂൾ, ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്ലാസ് റൂം, ആൻഡ് അഗെയിൻ ഓൺ മൈ വേ ബാക്ക് ഹോം. എവിടെയാണ് കണ്ടത്? അറ്റ് ഫസ്റ്റ്, ആദ്യം ഞാൻ നമ്മുടെ ക്ലാസ് റൂമിന് മുമ്പിൽ അവളെ കണ്ടു, പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ അവളെ കണ്ടു. ടീച്ചർ ചോദിച്ചു, അപ്പോൾ വേർ ഡസ് ഷീ ലീവ്, അവൾ എവിടെയാണ് താമസിക്കുന്നത്? സാഷ എന്താ റിപ്ലൈ ചെയ്തത് നോക്കിയേ. ഷീ ലീവ്സ് ഇൻ എ സ്മോൾ ഹട്ട് നിയർ ദി ഫോറസ്റ്റ്. ഫോറസ്റ്റിൻ്റെ അടുത്ത്, കാടിൻ്റെ അടുത്തുള്ള ചെറിയൊരു കുടിലാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, വാട്ട് ഡസ് ഷീ വാണ്ട്, അവൾക്ക് എന്താ വേണ്ടത്? സാഷ: ഷീ ഈസ് വെരി ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി, ബട്ട് ഹെർ പുവർ ഫാമിലി കാൺഡ് അഫോർഡ് ദ എക്സ്പെൻസസ്. അവൾ പഠിക്കാൻ വളരെ താല്പര്യമുണ്ട് അവൾക്ക്, പക്ഷേ അവളുടെ പുവർ, ഒന്നുമില്ലാത്തല്ല, ദരിദ്രരായ ഫാമിലിക്ക് പഠിത്തത്തിൻ്റെ ചിലവുകൾ ആക്സെപ്റ്റ് അല്ലെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാഷ തന്നെ പിന്നെയും പറയുകയാണ്, ക്യാൻ വി ഗിവ് ഹെർ അഡ്മിഷൻ ഇൻ അവർ സ്കൂൾ, നമുക്ക് അവൾക്ക് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്, ഡോണ്ട് വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോൺടാക്റ്റ് ചെയ്യും. നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, സാറ് വന്നിട്ടാകുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാമെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഓക്കെ, ചെറിയൊരു കോൺവെർസേഷൻ. ഓക്കെ, നിങ്ങളിതൊക്കെ സ്വന്തമായിട്ട് എഴുതി നോക്കണേ മക്കളെ, എന്നിട്ട് മാത്രമേ കോപ്പി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 6 നോക്കിയേ. മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്. ഓക്കെ, അവിടെ ഡയലോഗ്സ് ഒക്കെ തന്നിട്ടുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, വളരെ ഈസിയാണ്. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് ഹലോ സാർ എന്ന് പറഞ്ഞു, അപ്പോൾ തിരിച്ച് ഹായ് അനുപമ ടീച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറയാണ്, ടുഡേ 2 ഓഫ് അവർ സ്റ്റുഡൻസ് കെയിം ടു മീ. ഇന്ന് നമ്മുടെ 2 സ്റ്റുഡൻസ് എന്നെ കാണാൻ വന്നു. അപ്പോൾ സാർ ചോദിക്കുകയാണ്, ഹൂ വെറുതെ, ആരൊക്കെയാണ്? അപ്പോൾ ടീച്ചർ പറഞ്ഞു, സാഷ ആൻഡ് നവീൻ. അപ്പോൾ അടുത്ത് ചോദിക്കണം, വൈ ഡിഡ് ദേ കം, അവരെന്തിനാണ് വന്നത്? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. അവർക്ക് നമ്മുടെ സ്കൂളിൽ ഒരു പുതിയ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് അവർ റിക്വസ്റ്റ് ചെയ്യാനാണ് വന്നത്. അപ്പോൾ സാറ് പറയാണ്, ഓ നോ ഇഷ്യൂസ്, വി ഷാൽ ഡു ഇറ്റ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താ സാറ് പറയുന്നത്, ഓക്കെ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് എന്തായാലും അഡ്മിഷൻ കൊടുക്കാമെന്നാണ് സാറ് പറയുന്നത്. അതിന് ടീച്ചർ താങ്ക് യു പറയുന്നത് അല്ലേ. ഇത് ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 7 നോക്ക്. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലക്റ്റ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് കമൻറ്റ് ഓൺ ദം. ഓക്കെ, ഇവിടെ ആക്ട് ഓഫ് കൈൻഡ്നെസ് ഉള്ള പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തത് അല്ലേ, ദ ബോയ് ഈസ് ഹെൽപ്പിംഗ് എ പുവർ മാൻ ടു ക്രോസ് ദ റോഡ്. രണ്ടാമത്തത് ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണോ? അല്ല അല്ലേ, ഒരു കുട്ടി സൈക്കിൾ ഓടിച്ച് പോകലാണ്. മൂന്നാമത്തത് എന്താണ്? അടി കൂടുതലാണ്. 3-4 കുട്ടികൾ അല്ലേ, കുറേ ആൾക്കാർ അടി കൂടുന്നു. അത് ഒരു ദയ അല്ലെങ്കിൽ ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണോ? നല്ല കാര്യമാണോ ചെയ്യുന്നത്? അല്ല. അടുത്തത് ഒരാളിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് TV കാണുന്നു. അതും ആക്ട് ഓഫ് കൈൻഡ്നെസ് ഒന്നുമല്ല അല്ലേ. ദയ മീൻസ് എന്താണ്, നല്ല കാര്യം, ദയുള്ള കാര്യമൊന്നുമല്ല ചെയ്യുന്നത്. അടുത്തത് നോക്കിയേ, എ ഗേൾ ഈസ് ഹെൽപ്പിംഗ് എ പുവർ പേഴ്സൺ, എ ബെഗർ അല്ലേ. ബെഗർ എന്നാണ് പറയുക. ഒരു ഏജ് ആയിട്ടുള്ള പാവം ഒരു വൃദ്ധനെ ഒരു ഗേൾ ഹെൽപ്പ് ചെയ്യുന്നു, വെള്ളം കൊടുക്കുകയാണല്ലേ, കുടിക്കാൻ. വെരി ഗുഡ്. സി, സോ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് കൈൻഡ്നെസ്. അടുത്തത് നോക്കിയേ, എ ബോയ് ഈസ് ഹെൽപ്പിംഗ് ആൻ ഇഞ്ചേർഡ് ഡോഗ് അല്ലേ. ഡോഗ് അല്ലേ അത്? അതെ, ആൻ ഇഞ്ചേർഡ് ഡോഗിനെ ഒരു ബോയ് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാണുന്നത്. സോ ദാറ്റ്സ് ഓൾസോ ആൻ ആക്ട് ഓഫ് കൈൻഡ്നെസ്. ഓക്കെ, അടുത്തത് നോക്കിയേ, ആക്ടിവിറ്റി 8. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. ഓക്കെ, കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിനെ ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. സാഷയെയും നവീനെയും ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റ് ചെയ്തു. അടുത്തത്, സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. കവിതേനെ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്തു സാഷയും നവീനും.
കവിത വാസ് ക്രാഡ്ലിങ് ഹെർ യങ്ങർ ബ്രദർ. അവൾ കവിത യങ്ങർ ബ്രദറിന് തൊട്ടിലിട്ട് ആട്ടലായിരുന്നു. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. ജനലിൻ്റെ അടുത്ത് നവീൻ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷ കവിതയ്ക്കൊരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. ഇതിൽ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ച ഓർഡർ ഓർമ്മയുണ്ടോ? ഒന്നാമത്തേത് ഏതായിരുന്നു? ടീച്ചർ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. മൂന്നാമത്തത് ഏതാ? കവിത വാസ് ക്രാഡ്ലിങ് ഹെർ യങ്ങർ ബ്രദർ. നാലാമത്തത് സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ആൻഡ് അഞ്ചാമത്തത് ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. ഓക്കെ, ആ നമ്പർ ഇട്ടത് നോക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് നോക്കിയേ, ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ആ പിക്ചർ നോക്കിയിട്ട് ആ സീനിനെ ഒന്ന് വിവരിക്കാനാണ് പറയുന്നത്. നോക്കിയേ, ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ പുവർ ഫാമിലി. ഒരു പാവപ്പെട്ട കുടുംബത്തിനെ കാണിക്കുന്ന ഒരു ചിത്രമാണ് അല്ലേ. ഒരു ചിത്രത്തിന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ പറയലാണ് ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ പുവർ ഫാമിലി. ദ ഫാമിലി ലിവ്സ് ഇൻ എ സ്മോൾ ഹട്ട്. അവിടെ ഒരു ചെറിയ കുടിൽ പോലെ കണ്ടോ? അപ്പോൾ നമുക്ക് എഴുതാം അവരവിടെയാണ് താമസിക്കുന്നത്. ദർ ഈസ് എ സ്മോൾ ഗേൾ സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു ഹെർ മദർ. ഒരു ചെറിയ പെൺകുട്ടി അവളുടെ അമ്മയുടെ അടുത്തായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഹെർ മദർ ഈസ് കുക്കിംഗ് ഫുഡ്. അവളുടെ അമ്മ ഫുഡ് അല്ലേ, ഫുഡ് ഉണ്ടാക്കലാണ്, ഭക്ഷണം പാചകം ചെയ്യലാണ്. ദർ ഈസ് എ ട്രീ ആൻഡ് എ ക്രാഡിൽ ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. അവിടെ ഒരു മരമുണ്ട്. മരത്തിൻ്റെ ബ്രാഞ്ചിൽ ഒരു കൊമ്പിൽ എന്താ ഉള്ളത്? ഒരു തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്. ദർ ഈസ് എ ക്യാറ്റ് ആൻഡ് എ ഡോഗ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. കണ്ടോ, അവർ രണ്ടാളും അവിടെ താഴെ തന്നെ ഫുഡായോ നോക്കി വെയിറ്റ് ചെയ്യലാണ്. ദർ ആർ 2 birds ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. അവിടെ ആകാശത്തിൽ 2 പക്ഷികൾ പറക്കുന്നത് കാണാം. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഒരു 5-6 സെൻറ്റൻസ് ആ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾ എഴുതി വെക്കാണ് വേണ്ടത് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 10. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ്. ഓക്കെ, ഒന്നാമത്തെ നോക്കിയേ, കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. സാഷയുടെ അടുത്ത് നിന്ന് സ്റ്റോറി ബുക്ക് കിട്ടിയപ്പോൾ കവിത ഭയങ്കര ഹാപ്പി അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു അല്ലേ, സർപ്രൈസ്ഡ് ആയി. അതിന് പറ്റുന്നത് ഏതാ? സർപ്രൈസ് വരുന്ന ചിത്രം ഏതാ അതിൻ്റെ അകത്തുള്ളത് നോക്കിയേ? സി അല്ലേ, മുഖം കണ്ടോ, നല്ല കണ്ണൊക്കെ ഇങ്ങനെ തുറച്ചു വന്നത്, അതാണ് സി ആണ്, ആ ഇമോജിയാണ് അതിന് പറ്റുക. ഓക്കെ, അടുത്തത് സാഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. ഹെഡ് മാസ്റ്റർ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പം സാഷിയും നവീനും വളരെ ഹാപ്പിയായി. അപ്പോൾ ഹാപ്പി ഇമോജി ഏതാ അതിൻ്റെ അകത്ത്? എ ആണല്ലേ. സാഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ്, ഷീ ബിക്കെയിം സാഡ്. സാഷ ഒരു പെൺകുട്ടിയെ കണ്ടു, കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. അപ്പോൾ സങ്കടത്തിൻ്റെ ഇമോജി ഏതാ ഇതിനകത്ത്? ബി. ഓക്കെ, അതങ്ങനെ കൊടുത്താൽ മതി. അടുത്തതൊരു പസിലാണ് അല്ലേ. ഇഷ്ടമല്ലേ എല്ലാവർക്കും പസിൽ കളിക്കാൻ വേണ്ടിയിട്ട്? ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടികളൊന്നാണ് പസിൽ സോൾവ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. സോൾവ് ദ പസിൽ, ആക്ടിവിറ്റി 11. എന്താ നോക്കിയേ? ഫസ്റ്റ് വൺ, താഴോട്ടേക്ക്, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ടേക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ, വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകും, എന്തിനു വേണ്ടി? പഠിക്കാൻ വേണ്ടി. എവിടേക്കാണ് പോവുക? സ്കൂൾ അല്ലേ, SCHOOL, സ്കൂൾ. വി ഗോ ടു സ്കൂൾ ടു സ്റ്റഡി. അടുത്തത് 2 ഡൗൺ, താഴേക്ക് 2 നോക്കി, എ ഡ്രസ് ഫോർ ഗേൾസ്. എസ് ഉണ്ട് അവിടെ, എന്താണത്? സ്കേർട്ട് അല്ലേ, പാവാട. SKIRT, സ്കേർട്ട് എന്ന് പറഞ്ഞാൽ പാവാട. മൂന്നാമത്തത്, എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. നിങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ, വ്യക്തിക്ക് പറയുന്ന ആരാണത്? എഫ് ഉണ്ട്, ഇ ഉണ്ട് അവിടെ അല്ലേ. ആരാണത്? ഫ്രണ്ടാണ്. FRIEND, ഫ്രണ്ട്. നോക്കിയേ, 3 താഴോട്ടേക്ക് കണ്ടോ. അടുത്തത് 5 താഴോട്ടേക്ക്, ടച്ച്ഡ് ജെൻ്റ്ലി, പതുക്കെ തൊട്ടു. അതിനെന്താ നമ്മളൊരു വേർഡ് പഠിച്ചല്ലോ ഈ പാഠത്തിൽ? പാറ്റേഡ് അല്ലേ, PATTED. അവിടെ പിയും ഉണ്ട്, ഡിയും ഉണ്ട്. അതിന് നടുക്ക് ബാക്കിയുള്ള ലെറ്റേഴ്സ് എഴുതി കൊടുത്താൽ പാറ്റേഡ് എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് എക്രോസ്, ഇങ്ങനെ കുറുകനെ. ഓക്കെ, നോക്കിയേ നാലാമത്തെ ഏതാണ്? ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. പഠിക്കാനും അറിയാനും ഒക്കെയുള്ള ആകാംക്ഷയ്ക്ക് പറയുന്ന ഒരു വേർഡ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ക്യൂരിയസ് അല്ലേ. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി നമ്മൾ പഠിച്ചിട്ടുണ്ട് പാഠത്തിൽ. ഓക്കെ, ക്യൂരിയസ്. സ്പെല്ലിങ് നോക്കി, CURIOUS, ക്യൂരിയസ്. അടുത്തത് എ സ്വിങ്ങിങ് ബേബി ബെഡ്. ഇങ്ങനെ
ആടുന്ന ഒരു കുട്ടികളെ കിടത്തുന്ന ആടുന്ന ബെഡിന് പറയുന്ന പേരെന്താണ്? എന്താണ്? ക്രാഡിൽ, തൊട്ടിൽ അല്ലേ? 6 വലത്തോട്ട് നോക്കിയേ, CRADLE, ക്രാഡിൽ. ഓക്കെ. അടുത്തത് ആക്ടിവിറ്റി 12 നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ. റൈറ്റ് ദം ബിലോ. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. ഓക്കെ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അല്ലേ? അതൊക്കെ ലിസ്റ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചെയ്യാം മക്കളെ കേട്ടോ. ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കി എഴുതി വെക്കുക. സ്റ്റൗ, കോക്കനട്ട് ഗ്രേറ്റർ, സ്പൂൺസ്, പ്ലേറ്റ്, നൈഫ്, പിന്നെന്താ ട്രേ, പോട്ട്, കെറ്റിൽ, മഗ്, ഫോർക്ക്, ഗ്ലാസ്, ഫ്രൈയിങ് പാൻ, റോളിംഗ് ബോർഡ്, റോളിംഗ് പിൻ, കട്ടിംഗ് ബോർഡ്, മിക്സർ ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഇഡ്ലി പോട്ട്, ടീ പോട്ട്, ഡിഷ് റാക്ക്, വെജിറ്റബിൾ റാക്ക്, ഗ്രേറ്റർ, പിന്നെന്താ മെഷറിംഗ് കപ്സ്, വെജിറ്റബിൾ പീലർ, ഇനി ഒരുപാട് സാധനങ്ങളുണ്ടാവും അല്ലേ? ഇഡ്ലി കുക്കർ, അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ പോയിട്ട് നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ അതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയുന്ന പേരാണെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റിലേക്ക് എഴുതി വെക്കുക. ഓക്കെ. ഇത് ആക്ടിവിറ്റി 13 സെയിം തന്നെയാണ്. ഇവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദ ഗിവൺ ടേംസ് ഇൻ ടു കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് ആൻ ആൽബം. ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ. അതിനിങ്ങനെ 3 കോളാക്കി തിരിക്കുക. കിച്ചൺ യൂട്ടൻസിൽസ് ഏതൊക്കെയാണ്, ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, ഫുഡ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ. ടീച്ചർ കുറേ തന്നിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് എല്ലാം ഒക്കെ അതിൽ ആഡായോ എന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം അതിൻ്റെ അകത്ത് കേട്ടോ. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. സ്പൂൺ, പ്ലേറ്റ്, പ്രഷർ കുക്കർ, നൈഫ്, അതൊക്കെ ഇതിലെ വരിക. കിച്ചൺ യൂട്ടൻസിൽസ്, കിച്ചണിലെ പാത്രങ്ങളുടെ അകത്ത് അതൊക്കെ വരും അല്ലേ? അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വരുന്നതൊക്കെ അതിൻ്റെ അകത്ത് വരും. ഇത് സീവ്, വോക്ക്, ക്ലേ പാൻ, സ്പാറ്റുല, റോളിംഗ് പിൻ, മോട്ടാർ, ഫ്രൈയിങ് പാൻ, കെറ്റിൽ, അതൊക്കെ നോക്കി അതിൻ്റെ അകത്ത് വരിക കിച്ചൺ യൂട്ടൻസിൽസ്. ഇനി ഫുഡ് ഐറ്റംസിൽ ഏതൊക്കെയാണ് വരിക? എഗ്, ബനാന, ടൊമാറ്റോ, ബോയിൽഡ് റൈസ്, സ്റ്റീംഡ് റൈസ് കേക്ക്, ഗീ റൈസ്, റൈസ് സൂപ്പ്, അതൊക്കെ കുക്ക് ചെയ്ത ഐറ്റംസ്. നമുക്ക് ഫുഡ് ഐറ്റംസ് ആണല്ലേ, അതൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവില്ലേ? സാഡിൻ ഫ്രൈ എന്ന് വെച്ചാൽ മത്തി ഫ്രൈ, മത്തി പൊരിച്ചത്. കുക്ക്ഡ് റൈസ്, കുക്ക് ചെയ്ത അരി, ചോറ്. ഫ്രൈഡ് ഡംപ്ലിംഗ്, അതൊരു എന്താ പറയുക, ഒരു പലഹാരമാണ് മക്കളെ കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്നത്, മറ്റേത് സ്റ്റീമിൽ വേവിച്ചെടുക്കുക, ആവിയിൽ വേവിച്ചെടുക്കുന്നത്, മറ്റേത് എണ്ണയിൽ വറുത്ത് കോരിയ ഒരു ഞാൻ പറയുക നമ്മളെ കോഴിയുടെ എല്ലാം പോലത്തെ ഒരു പലഹാരമാണ്. ഓക്കെ. അടുത്തത് ബനാന ഫ്രിറ്റേഴ്സ്, അതും അതുപോലെ തന്നെ ബനാന കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. സോ അതൊക്കെ എന്താണ്? ഫുഡ് ഐറ്റംസ് ആണ്. ഇനി ഫുഡ് ഇൻഗ്രീഡിയൻസ് നോക്കിയേ. ചില്ലി പൗഡർ, സോൾട്ട്, ഷുഗർ, മിൻറ്റ് ലീവ്സ്, ജിഞ്ചർ, സാമ്പാർ പൗഡർ, ടീ ലീവ്സ്. ഇനി ആ ലിസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കണം. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പിക്ചർ കളക്ട് ചെയ്യുക, എന്നിട്ടൊരു ആൽബം ഉണ്ടാക്കുക. ഓക്കെ. ഇനി നോക്കി ആക്ടിവിറ്റി 14. അമ്മ, ഷാൽ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ടേക്ക് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? എന്താ ചോദിക്കുന്നത്? അമ്മയോട് ചോദിച്ചു, അമ്മയെ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തോട്ടെ എന്ന് സാഷ ചോദിച്ചു അല്ലേ? അതുപോലെ നിങ്ങളോട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമുള്ളത്? നോക്കി അവിടെ എഴുതിയിട്ടുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ടോയ്സ് ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. പിന്നെന്താ? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ചോക്ലേറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്, മൈ പെൻ വിത്ത് മൈ ഫ്രണ്ട്സ്, മൈ ഫുഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എന്താണോ എഴുതേണ്ടത് അവിടെ അത് എഴുതി ചേർക്കും. ഓക്കെ. മൈ ഐസ്ക്രീം, മൈ ബിരിയാണി, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം അല്ലേ? അപ്പോൾ ആ സെൻറ്റൻസ് അങ്ങനെ എഴുതും. എന്ത്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ബിരിയാണി വിത്ത് മൈ ഫ്രണ്ട്സ്. ഓക്കെ. അടുത്തത് ഒരു ചെറിയ കഥയാണ്. നോക്കിയേ. ദ ബോയ് ആൻഡ് ദ ബേർഡ് അല്ലേ? ഒരാൺകുട്ടിയും ഒരു പക്ഷിയും കൊണ്ടുള്ള ഒരു കഥയാണ്. ഓക്കെ. ദിസ് ഈസ് റിങ്കു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. ഇതൊരു റിങ്കു ആണ്. ആ ഇരിക്കുന്നൊരു കുട്ടി കണ്ടോ? ആ കുട്ടി റിങ്കു ആണ്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷെ അവൻ അവൻ്റെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. ഓക്കെ. അടുത്ത നോക്കിയേ. കിയോ കിയോ. റിങ്കു ഹേർഡ് എ സൗണ്ട്. കിയോ കിയോ എന്ന് എന്തോ ഒരു കരയുന്ന പോലത്തെ സൗണ്ട് റിങ്കു കേട്ടു. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ് അല്ലേ? ഒരു ഡ്രൈ ലീവ്സിൻ്റെ കുറേ ഉണങ്ങിയ ഇലകൾ കൂടി കിടക്കുന്നുണ്ടായിരുന്നു. പൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടി കിടക്കില്ലേ, കൂമ്പാരമായി കിടക്കില്ലേ, അതിനാണ് പൈൽ എന്ന് പറയുക. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നത്. എന്നിട്ട് എന്തായത്? റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. മുട്ടുകുത്തി അവിടെ ഇരുന്നു. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. എന്താ ഗ്രോപ്പ് എന്ന് പറഞ്ഞാൽ തപ്പി തടഞ്ഞു, കൈകൊണ്ട് ഇങ്ങനെ തപ്പി തടഞ്ഞു നോക്കി. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ എന്തിലോ തടഞ്ഞു കൈ അല്ലേ? സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തടഞ്ഞു, എന്തിലോ തട്ടി.
എന്തിനാണ് തട്ടിയത്? ഒരു പുവർ ലിറ്റിൽ ബേർഡ്, ഒരു പാവം പക്ഷിയിലാണ് അയാളുടെ കൈ പോയിട്ട് റിങ്കുവിൻ്റെ കൈ പോയിട്ട് ഉടക്കിയത്. മ്യാവ് മ്യാവ്. ആരാത്? റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ ക്യാറ്റ്. പെട്ടെന്ന് മ്യാവ് എന്ന് കരഞ്ഞുകൊണ്ട് ഒരു പൂച്ച അങ്ങോട്ട് വന്നു. റിങ്കുവിന് മനസ്സിലായി അവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ഹി വറീഡ്. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ ക്യാറ്റ്. അപ്പോൾ പെട്ടെന്ന് റിങ്കുവിന് പേടിയായി അല്ലേ, ആ പൂച്ച വന്നിട്ട് നമ്മുടെ ആ പാവം കോഴിക്കുഞ്ഞിനെ അല്ലെങ്കിൽ ആ പക്ഷിക്കുട്ടിയെ പിടിക്കാനാണോ വന്നത് എന്നോർത്തിട്ട് റിങ്കുവിന് പേടിയായി. റിങ്കു ഒരു കല്ലെടുത്തിട്ട് വേഗം ആ പൂച്ചയ്ക്ക് നേരെ എറിഞ്ഞു. എന്നിട്ട് നോക്കിയേ, റിങ്കു ജെൻലി പിക്ക് ദ ബേബി ബേർഡ്. വേർ ഇസ് ഇറ്റ്സ് നെസ്റ്റ്? വേർ ഇസ് ദ മദർ ബേർഡ്? അവനിങ്ങനെ ചിന്തിക്കലാണ്. റിങ്കു പതുക്കെ ആ കുട്ടിയെ പക്ഷിയുടെ കുട്ടിയെ കയ്യിലെടുത്തു. ഓക്കെ, എന്നിട്ട് ആലോചിക്കലാണ്, വേർ ഇസ് ഇറ്റ്സ് നെസ്റ്റ്? ഇതിൻ്റെ കൂടെ എവിടെയാണ്? അതുപോലെ ഇതിൻ്റെ അമ്മക്കിളി എവിടെയാണ്? വേർ ഇസ് ദ മദർ ബേർഡ്? ഹി ലിസൺഡ് കെയർഫുള്ളി. അവൻ ശ്രദ്ധിച്ച് കേട്ടു, എന്തോ ഒരു സംഭവം ശ്രദ്ധിച്ച് കേട്ടു. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അവിടുന്ന് എനിക്ക് തോന്നുന്നു ആ മരത്തിൻ്റെ മേലെ നിന്ന് പക്ഷിയുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അവന് ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ആ സൗണ്ട് കേട്ട് അവന് മനസ്സിലായി അവിടെ അടുത്തൊരു മരമുണ്ടെന്ന് മനസ്സിലായി. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. റിങ്കു പതുക്കെ ആ പക്ഷിയെ അവൻ്റെ പോക്കറ്റിൽ ഇട്ടു. ഹി ക്ലൈംഡ് ഓൺ ദ ട്രീ. ഹി ക്ലൈംഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ട്രീ. പതുക്കെ മരത്തിൻ്റെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. എന്താ പറയുന്നത്? ഹി ഫെൽറ്റ് വെച്ചാൽ അവനിങ്ങനെ തൊട്ട് നോക്കലാണ് അല്ലേ. അതെന്താ സംഭവം? എന്തായിരിക്കും? അങ്ങനെ തൊട്ട് നോക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ, നമുക്ക് കാണാൻ പറ്റില്ലേ? അപ്പോൾ റിങ്കുവിന് കാണാൻ പറ്റില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ, കാരണം അവൻ ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കലാണ്. അങ്ങനെ ഫൈനലി അവൻ അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്. അറ്റ് ലാസ്റ്റ് അവൻ അങ്ങനെ കൈ കൊണ്ട് തപ്പി തടഞ്ഞു നോക്കിയപ്പോൾ അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്, കൂട് കണ്ടുപിടിച്ചു. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റിൽ നിന്ന് ആ ബേർഡിനെ പുറത്തെടുത്തു. ഹി കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ നെസ്റ്റ്. അവനത് കെയർഫുള്ളി വളരെ ശ്രദ്ധയോടുകൂടി ആ കൂട്ടിലേക്ക്, ആ കിളിയുടെ കൂട്ടിലേക്ക് ആ കുഞ്ഞു കിളിയെ വെച്ചു. ദ ബേബി ബേർഡ് ചിർപ്ഡ് ഹാപ്പിലി. എന്താ ചിർപ്ഡ് എന്ന് പറഞ്ഞാൽ മക്കളെ? CHIRPED. ചിർപ്ഡ് എന്ന് പറഞ്ഞാൽ ചിലച്ചു. ബേർഡ് പക്ഷികൾ ചിലയ്ക്കുക എന്ന് പറയില്ലേ, അതാണ്. ഓക്കെ. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. ആ അമ്മക്കിളി നന്ദിയോടുകൂടി റിങ്കുവിനെ നോക്കിയല്ലേ, ആ ബോയിയെ നോക്കി. ബട്ട് ഹി കുഡിൻ സീ ദ ബേർഡ്. ഹി വാസ് ബ്ലൈൻഡ്. കണ്ടോ, അവന് പക്ഷിയെ കാണാൻ പറ്റില്ല. കാരണം എന്താ? അവൻ ബ്ലൈൻഡായിരുന്നു. അതുകൊണ്ടാണ് അവൻ കൈകൊണ്ട് ഇലകൾക്കിടയിൽ തൊട്ട് നോക്കി. പിന്നെന്താ, പെട്ടെന്ന് ഒച്ച കേട്ടപ്പോൾ പൂച്ചയുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ പക്ഷി ഇവൻ്റെ കൂടെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷീൻ്റെ ഒച്ച കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് കേട്ടു. അത് കഴിഞ്ഞ് കൈകൊണ്ട് തടഞ്ഞ് മരത്തിൽ കയറി അല്ലേ. നോക്കി എന്താ പറയുന്നത്? കണ്ണ് കാണാത്ത കുട്ടിയായിട്ട് കൂടി അവൻ ചെയ്യുന്ന ഹെൽപ്പാണ് അല്ലേ. സോ ഒരു ഹെൽപ്പിംഗ് മൈൻഡാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നല്ല സ്റ്റോറി അല്ലേ മക്കളെ. അടുത്ത ആക്ടിവിറ്റി നോക്കിയാൽ എന്താ? ആക്ടിവിറ്റി 16 പറയുന്നത് റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മുടെ സ്വന്തം വേർഡ്സിൽ എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചിത്രം നോക്കിയാൽ എന്താ ചെയ്യുന്നത്? അതിനകത്ത് വാട്ട് ഡിഡ് സാഷാസ് മദർ ഡു? എന്താണ് സാഷയുടെ അമ്മ ചെയ്തത്? സാഷാസ് മദർ ജെൻലി പാറ്റഡ് ഹെർ. പതുക്കെ അവളുടെ മുഖത്ത് എന്താണ് ശരീരത്തിൽ തലോടി. രണ്ടാമത്തത് വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്? സാഷാസ് ഫാദർ വാസ് കുക്കിംഗ്. സാഷയുടെ അച്ഛൻ കുക്ക് ചെയ്യലായിരുന്നു. വാട്ട് ഡിഡ് സാഷ ഡു? അവൾ എന്താണ് ചെയ്തത്? സാഷ എന്താണ് ചെയ്തത്? ആ ചിത്രം കണ്ടോ, അവിടെ എന്താ അവൾ ചെയ്യുന്നത്? 3. സാഷ ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഉണ്ണിയപ്പം എമംഗ് ഹെർ ഫ്രണ്ട്സ്. സാഷ ഉണ്ണിയപ്പം കൊണ്ടുപോയായിരുന്നു അല്ലേ, അത് അവളുടെ കൂട്ടുകാർക്കിടയിൽ അവൾ വിതരണം ചെയ്യുകയാണ് ചെയ്തത്. നാലാമത്തെ ചിത്രം നോക്കിയേ. ഹൂ ഡിഡ് സാഷ സീ നിയർ ദ ഡോർ? സാഷ ആരെയാണ് ഡോറിൻ്റെ അടുത്ത് കണ്ടത്? സാഷ സോ എ ലിറ്റിൽ ഗേൾ നിയർ ദ ഡോർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡിഡ് സാഷ ആൻഡ് നവീൻ ഹിയർ? സാഷയും നവീനും എന്താണ് കേട്ടത്? വീട്ടിലേക്ക് പോകുമ്പോൾ എന്തോ കേട്ടില്ലേ, എന്താണ് കേട്ടത്? സാഷ ആൻഡ് നവീൻ ഹേർഡ് സംവൺ സിംഗിങ് എ സോങ്. ഓക്കെ. 6. വാട്ട് ഡിഡ് സാഷ ഗീവ് കവിത? സാഷ എന്താണ് കവിതയ്ക്ക് കൊടുത്തത്? സാഷ ഗേവ് എ പിക്ചർ ബുക്ക് ടു കവിത. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ഡിഡ് സാഷ ഗിവ്? എന്താണ് സാഷ കൊടുത്തത്? വാട്ട് ഡിഡ് ഷീ ഗിവ്? ഉത്തരം വരുമ്പോൾ എന്താ പറയുക? ഷീ ഗേവ്. അവൾ കൊടുത്തു. എന്താ കൊടുത്തത്? സാഷ ഗേവ് എ പിക്ചർ ബുക്ക്. ഒരു പിക്ചർ ബുക്കാണ് കവിതയ്ക്ക് സാഷ കൊടുത്തത്. 7ാമത്തത് എന്താ?
വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ എന്താണ് സംഭവിച്ചത്? ദ പ്രിൻസിപ്പൽ appreciated Sasha and Naveen in the school assembly for helping കവിത. കവിതയെ ഹെൽപ്പ് ചെയ്തതിന് സാഷയെയും നവീനെയും സ്കൂൾ പ്രിൻസിപ്പൽ കൺഗ്രാജുലേറ്റ് ചെയ്തു, അല്ലെ, അപ്രീഷിയേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. അടുത്തത് ലാസ്റ്റത്തെ നോക്കി, എട്ടാമത്തത്, എവ്രിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എന്തുകൊണ്ടാണ് എല്ലാവരും ഹാപ്പി ആയത്? സാഷ നമ്മുടെ കവിതയുടെ സന്തോഷം കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പി ആയതല്ലേ. എവ്രിബഡി ബിക്കെയിം ഹാപ്പി സീയിങ് കവിതാസ് ഹാപ്പിനെസ്. ഓക്കെ. അടുത്തത് ആക്ടിവിറ്റി 16 ആണ്. ഒബ്സേർവ് ദ പിക്ചർ, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഈ പിക്ചർ കണ്ടിട്ട് ഒരു സ്റ്റോറി നമ്മളോട് ക്രിയേറ്റീവ് സ്പേസ് ഉണ്ട് അടുത്ത ഇതിൽ കൊടുത്തിട്ട് അതിൽ എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. നോക്കാമല്ലോ. ഓക്കെ, കഥ ശ്രദ്ധിച്ചോളെ. ലോങ് എഗോ ദർ ലിവ്ഡ് എ ഗേൾ നെയ്മഡ് കവിത. ഷീ ഹാഡ് 2 gods, ചിന്നു ആൻഡ് മിന്നു. ഓക്കെ, കഥ എഴുതുമ്പോൾ നമ്മളെപ്പോഴും പണ്ട് പണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങും, അല്ലേ? അങ്ങനെയല്ലേ സാധാരണ കഥ തുടങ്ങുക? പണ്ടേ നമ്മൾ കേട്ടുവന്ന രീതി അതല്ലേ കഥ, അല്ലേ? എന്നിട്ടോ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളുടെ പേരെന്താന്ന് പറയണം. ഓക്കെ, നിർബന്ധമായിട്ട് പേര് പറയണം. കഥാപാത്രങ്ങൾക്കെല്ലാം നമ്മൾ പേര് കൊടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചത് കവിതയുടെ കഥയായതുകൊണ്ട് ടീച്ചർ അവൾക്ക് കവിത എന്ന് തന്നെ പേര് കൊടുത്തതാണേ. എന്നിട്ടോ അവൾക്ക് 2 ആടുണ്ടായിരുന്നു. അപ്പോൾ 2 ആടുകളെ പറയുമ്പോൾ അവർക്ക് ഓരോ പേര് കൊടുത്തോളൂ. ഓക്കെ. വൺ ഡേ കവിത ഡിസൈഡഡ് ടു മീറ്റ് ഹെർ ഫ്രണ്ട് സാഷ. ഒരു ദിവസം അവൾ അവളുടെ ഫ്രണ്ട് സാഷയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഹൂ ഈസ് ലിവിങ് ഇൻ ടൗൺ. അവൾ ടൗണിൽ താമസിക്കുന്ന സാഷയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. സോ കവിത കളക്റ്റഡ് എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ് ടു ഗിഫ്റ്റ് ഹെർ. അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കവിത എന്ത് ചെയ്തു? ഒരു ബാസ്ക്കറ്റ് കൊട്ട മുഴുവൻ ഫ്രൂട്ട്സ് കളക്ട് ചെയ്തു. ഷി കെപ്റ്റ് ദ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് ഇൻ ഹെർ ഹെഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഹെർ ജേണി. ഷി ഹാഡ് ടു ക്രോസ് എ ഫോറസ്റ്റ് ടു റീച്ച് സാഷാസ് ഹൗസ്. ഓക്കെ, അവൾ ആ ഫ്രൂട്ട്സ് മുഴുവൻ ഒരു കൊട്ടയിലാക്കി തലയിൽ വെച്ചിട്ട് നടക്കാൻ തുടങ്ങി. യാത്ര ആരംഭിച്ചു, അല്ലേ? ജേണി ആരംഭിച്ചു. അവൾക്ക് സാഷയുടെ വീട്ടിലെത്തണമെങ്കിൽ വലിയൊരു കാട് ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓക്കെ. വൈൽ ക്രോസിംഗ് ദ ഫോറസ്റ്റ് ദ ആനിമൽ സോ കവിത വാക്കിംഗ് വിത്ത് ദ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഡിസൈഡഡ് ടു ടേക്ക് ഫ്രൂട്ട്സ് ഫ്രം ഹെർ ബാസ്ക്കറ്റ്. ഓക്കെ, ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ആനിമൽസ് കണ്ടു. എന്നിട്ട് ഇവളുടെ കൊട്ടയിൽ നിന്ന് ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ആനിമൽസ് ഓരോരുത്തരായിട്ട് തീരുമാനിച്ചു, അല്ലേ? ആദ്യം നോക്കിയേ. അറ്റ് ഫേസ്റ്റ് ആൻ എലിഫൻറ്റ് ടുക്ക് ഓറഞ്ചസ് ഫ്രം ഹെർ ബാസ്ക്കറ്റ്. അവളുടെ ബാസ്ക്കറ്റിൽ നിന്ന് ആന ഓറഞ്ചസ് ഒക്കെ എടുത്തു. ദെൻ എ മങ്കി ടുക്ക് ദ ബനാനാസ്. മങ്കി ബനാനാസും എടുത്തു. നെക്സ്റ്റ് കംസ് ദ ജിറാഫ്. നെക്സ്റ്റ് ആരാണ്? ജിറാഫ് വന്നു, അല്ലേ? ജിറാഫ് എന്ത് എഴുതു? ആൻഡ് ഇറ്റ് ടുക്ക് ദ പൈനാപ്പിൾസ്. അതിനകത്തുണ്ടായിരുന്ന കൈതച്ചക്കയൊക്കെ ആരെടുത്തു? ജിറാഫ് എടുത്തു. ആൻഡ് ഫൈനലി എ പാരറ്റ് ടുക്ക് ദ പ്ലംസ്. കുറച്ച് ചെറിപ്പഴങ്ങൾ, പ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പാരറ്റ് എടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആൻഡ് ദെൻ ദ ബാസ്ക്കറ്റ് ബിക്കെയിം എംപ്റ്റി. കൊട്ടയൊക്കെ കാലിയായി, അല്ലേ? പാവം കവിത, പുവർ കവിത ഡിഡിൻ നോ ഓൾ ദിസ്. കവിത ഇതൊന്നും അറിയുന്നില്ല, അവൾ നടന്നുകൊണ്ടേ ഇരിക്കലാണ്. ഷി കെപ്റ്റ് ഓൺ വാക്കിംഗ് ബട്ട് ഹെർ ഗോഡ്സ് ചിന്നു ആൻഡ് മിന്നു വെർ വാച്ചിങ് ഓൾ ദിസ്. ദേ ഫെൽറ്റ് സാഡ് ഫോർ ഹെർ, അല്ലേ? അവളുടെ ആടുകൾ 2 ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സങ്കടം വന്നു. എന്നിട്ടോ വെൻ കവിത റീച്ച്ഡ് നിയർ എ മാംഗോ ട്രീ ദ ഗോഡ്സ് ഷുക്ക് ദ ട്രീ വിത്ത് ദെയർ ഹോൺസ് ആൻഡ് ദെൻ ഓൾ ദ മാംഗോസ് ഫെൽ ഇൻ ടു കവിതാസ് ബാസ്ക്കറ്റ്. എന്നിട്ടോ ഒരു മാമ്പഴം, അല്ലേ? മാവിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ആടുകൾക്കൊരു ബുദ്ധി തോന്നി. അവരെന്ത് ചെയ്തു? അവരുടെ കൊമ്പ് കൊണ്ട്, അവരുടെ തല കൊണ്ട് അവർ ആ മാമ്പഴത്തിൻ്റെ ആ മരത്തിനിടിച്ചു. മാവിനിടിച്ചപ്പോൾ പഴുത്ത മാങ്ങകളൊക്കെ കവിതയുടെ കൊട്ടയിലേക്ക് വീണു. എന്നിട്ടോ ആഫ്റ്റർ എ വൈൽ കവിത റീച്ച്ഡ് സാഷാസ് ഹൗസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കവിത സാഷയുടെ വീട്ടിലെത്തി. ആൻഡ് ഷി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് മാംഗോസ്, അല്ലേ? അവൾ വേറെ കുറേ ഫ്രൂട്ട്സാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു കൊട്ട നിറച്ച് പഴുത്ത നല്ല മാമ്പഴമാണ് കണ്ടത്. കണ്ടപ്പോൾ ശരിക്കും കവിത സർപ്രൈസ്ഡായി. കവിത ഗിഫ്റ്റഡ് ദ മാംഗോസ് ടു സാഷ. ആ മാങ്ങയൊക്കെ അവൾ സാഷയ്ക്ക് കൊടുത്തു. ദേ ബോത്ത് എയ്റ്റ് ദ സ്വീറ്റ് മാംഗോസ് ആൻഡ് ബിക്കെയിം വെരി ഹാപ്പി. അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി മധുരമുള്ള മാമ്പഴമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് മടങ്ങി, അല്ലേ? അതാണ് സ്റ്റോറി, കുഞ്ഞു സ്റ്റോറി. ഓക്കെ.